ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. എം ഒ ദേവസ്യ മലയാള സിനിമയിലെ പഴയകാല മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പുള്ളി. പുള്ളിയുടെ മകനാണ് ജോർജ്. പുള്ളി മമ്മൂട്ടിയുടെ 25ഓളം സിനിമകൾക്ക് പുള്ളിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ്മാനായി. അതിനുശേഷം മമ്മൂട്ടിയെ വെച്ച് പടം എടുക്കുന്ന ലെവലിലേക്ക് വരെ ജോർജ് വളർന്നിട്ടുണ്ട്. അപ്പൊ ജോർജിന്റെ അച്ഛനാണ് ഈ എം ഒ ദേവസ്യ എന്ന് പറയുന്ന മേക്കപ്പ് മാൻ. പുള്ളിയോട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഴയകാല IVCC സിനിമകളിലൊക്കെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളി. അപ്പൊ ഇദ്ദേഹത്തിന് എനിക്ക് എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മളൊരു 80s 90s കാലഘട്ടത്തിലൊക്കെ സിനിമാമംഗളം എന്ന് പറഞ്ഞ ആ സിനിമാമംഗളം, വെള്ളി നക്ഷത്രം, ചിത്രഭൂമി അങ്ങനെയുള്ള ഈ വീക്ക്ലീസ് ആണ് നമുക്ക് സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനും റിലീസിങ്ങും സിനിമയിലെ ഉള്ളറകൾ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ സിനിമയിലുള്ളവരുടെ ആത്മകഥകൾ അങ്ങനെയുള്ള കുറെ പങ്ക്തികൾ അടങ്ങിയ കുറെ മാസികളെ വെച്ചിട്ടാണ് നമ്മൾ പണ്ട് സിനിമകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമാ മംഗളത്തില് ഈ എം ഒ ദേവസിയുടെ ജീവചരിത്രം അല്ലെ ആത്മകഥ എന്ന രീതിയിൽ ഒരു പങ്ക്തി അടിച്ചു വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ സിനിമാകൾ എപ്പോഴും വായിക്കുകയും അത് ഈ പങ്ക്തി എല്ലാ പ്രാവശ്യവും ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ ഏകദേശം പുള്ളിയാണ് എഴുതിയതില്ല, പക്ഷെ പുള്ളിയുടെ ഫോട്ടോ വെച്ച് പുള്ളിയുടെ ആത്മകഥ രീതിയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. അപ്പൊ എപ്പോഴും ഇത് മേടിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് വായിക്കുമ്പോൾ ചെറിയ സുഖം കിട്ടുന്നുണ്ട്. ഇതൊക്കെ മേടിച്ച് വായിക്കുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വായിച്ചൊരു ഓർമ്മയിലാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. അന്ന് വർണ്ണപ്പഴത്തിന്റെ സിനിമ, ആ സിനിമയുടെ മേക്കപ്പ്മാൻ എം ഒ ദേവസിയാണ്. ആ സിനിമയിൽ IVCC പടമാണ്. അപ്പൊ അതിൽ നമ്മുടെ മീന ഇപ്പൊ നമ്മള് കുറച്ചും കൂടെ മലയാളത്തിൽ അവരൊരു ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ എങ്ങനെയാണ് ഈ വർണ്ണപ്പേട്ട്. സിംഗപ്പൂർ ലൊക്കേഷനിലൊക്കെ അവർ കുറച്ച് മോഹൻലാലിനെ ഫ്ലർട്ട് ചെയ്ത രീതിയിലും മോഹൻലാൽ ട്രാപ്പിലാക്കുന്ന രീതിയിലൊക്കെ ഒരു കുറച്ച് ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് വർണ്ണപ്പേട്ട്. അപ്പൊ കൂടുതലും ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പുള്ളി എന്നത് ഒരു ആത്മകഥ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ മീനനെ ആ സമയത്ത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തൊടയിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കണം, ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നുണ്ട് സിനിമയിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഫൗണ്ടേഷൻ അടിക്കാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമകളിൽ ഞാൻ ആർട്ടിസ്റ്റുകളെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് മീനയുടെ തുട കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം വെള്ളമിറക്കി നിന്നതിന് ശേഷമാണ് ഞാൻ അവിടെ മേക്കപ്പ് ഇട്ട് കൊടുത്തത്. ഇത് കണ്ട് മീനെ ചിരിച്ചു, അതെനിക്ക് നാണക്കേടാകും. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളിയുടെ ഈ എം ഒ ദേവസിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ സിനിമാകത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമ തീരുന്നവരെ ഒരു കൺട്രോൾ പിടിച്ചിട്ടാണ് താൻ മീനയെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. മീനയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ്. അതിൽ അവർ കുറച്ചുകൂടെ ഗ്ലാമർസ് ആകുമ്പോൾ അവരുടെ എല്ലാ പോർഷനിലും ഞാൻ മേക്കപ്പ് ഇട്ടൊരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്റെ സകല ദൈവങ്ങളെ വിളിച്ചാണ് ഞാൻ മേക്കപ്പ് ഇട്ടത്. ഞാൻ ജീവിതത്തിൽ ഇതൊട്ടും അങ്ങനെ മേക്കപ്പ് ഇട്ടില്ല. പിന്നെ അവരുടെ ശരീരത്തെയൊക്കെ വർദ്ധിച്ചുകൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ആ ഒരു ആത്മകഥയിലുള്ളത്. എം ഒ ദേവസിയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോർഷൻ അത് കുറച്ചുകൂടി ഉണ്ട്, ഞാൻ വിവരിച്ചു പറഞ്ഞില്ല. അങ്ങനെ അത് സംബന്ധമായിട്ട് കുറെ കാര്യങ്ങൾ പുള്ളി എനിക്ക് പറയുന്നുണ്ട്. അപ്പൊ എം ഒ ദേവസിനെ പോലെ ആൾക്കാർ പുള്ളി മേക്കപ്പ് ഇട്ട ആർട്ടിസ്റ്റുകൾ, പുള്ളിക്ക് അന്നേരം തോന്നിയ വികാരങ്ങൾ ഒക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് ഈ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം എം ഒ ദേവസിനെ പോലെയുള്ള ആൾക്കാരോ ലളിതശ്രീനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള സിനിമാങ്കൾ അല്ലെങ്കിൽ വെള്ളി നക്ഷത്രം, ചിത്രഭൂമി പോലെയുള്ള വാരികകളിൽ അവരുടെ ആത്മകഥ എഴുതുകയും അന്നേരം അവരുടെ ജീവിതത്തിൽ വന്ന പല പല കാര്യങ്ങൾ അവര് ഇത് പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതുകയും ഇത് വായിച്ചു കഴിയുമ്പോൾ പ്രേക്ഷകൻ അന്നേരമാണ് ഈ പ്രേക്ഷകൻ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആത്മകഥകൾ ഇവർ തന്നെ എഴുതാനെന്ന് എഴുതില്ല, പക്ഷെ ഇവരുടെ സമ്മതത്തോടെ ഇവർക്ക് ഒരു റെമുനേഷൻ, ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് മറ്റാരും എഴുതുന്നതായിരിക്കാം. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ എം ഒ ദേവസിയുടെ ആത്മകഥ സിനിമാങ്കളത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. എനിക്ക് സിനിമാങ്കളാണ് സംശയം, എന്നാലും സിനിമാങ്കളാണെന്ന് തോന്നുന്നു അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ വെള്ളി നക്ഷത്രവും ചിത്രഭൂമിയും സിനിമകളൊക്കെ മേടിച്ച് വായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആത്മകഥകളൊക്കെ ഒരുപാട് എടുത്ത് വായിക്കുമായിരുന്നു. അതിൽ മെയിൻ ആളായിരുന്നു എം ഒ ദേവസ്യ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 90s ഒരു 80s ഒക്കെ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. ഇപ്പോഴത്തെ 2K കിഡ്സിനൊന്നും പെട്ടെന്ന് ഇത് സിനിമകളോ അല്ലെങ്കിൽ അതിലിങ്ങനെ എം ഒ ദേവസ്യ പറഞ്ഞപ്പോൾ ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഒരു 90 80 കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ആത്മകഥയൊക്കെ ചിലവർ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ പഴയകാല ഓർമ്മകളിൽ സിനിമയെ കുറിച്ചുള്ള ഓർമ്മകൾ, നമ്മൾ സിനിമ എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കി തുടങ്ങിയത്, സിനിമ ന്യൂസുകൾ നമ്മളിലേക്ക് എങ്ങനെ വന്നത് എന്നൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഓക്കെ, സിനിമാങ്കളും ഇങ്ങനെയുള്ള വാരികളിലൂടെയാണ് നമ്മൾ സിനിമ വാർത്തകൾ അറിഞ്ഞിരുന്നത്. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴാണ് ഈ എം ഒ ദേവസി ഓർമ്മയിൽ വരികയും ഈ ഒരു കാര്യം ഇവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ച് വന്നത്. ബൃഹത്തായ വീഡിയോ ഒന്നുമില്ല, തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.